നമസ്കാരം. വിക്രമാദിത്യൻ കഥകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കഥ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ജീമൂത വാഹനൻ എന്ന രാജകുമാരന്റെ കഥയായിരുന്നു അത്. അതിന്റെ അവസാനം വേതാളം ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങൾക്കായി കൈമാറിയിരുന്നു. അതിന്റെ ഉത്തരം ശരിയായ ഉത്തരം അയച്ചിരിക്കുന്നത് 1-2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പൊതുവെ ഉത്തരം പറഞ്ഞ ആൾക്കാർക്കൊക്കെ തോന്നിയിരിക്കുന്നത് എന്ന ഉത്തരമല്ല ശരിക്കും വേതാളത്തിനോട് വിക്രമാദിത്യ രാജാവ് പറഞ്ഞത്. കഥയുടെ ഒരു ചുരുക്കം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ജീമൂത വാഹനൻ ഹിമാലയ പർവ്വത സാനുക്കളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഗരുഡന്റെ ഭക്ഷണമാവാൻ വിധിക്കപ്പെട്ട ഒരു സർപ്പ കുടുംബത്തെ കണ്ടെത്തുകയും സർപ്പത്തിന്റെ മകൻ അമ്മയുടെ സർപ്പത്തിന്റെ മകനെ ബലി കൊടുക്കണമെന്നറിഞ്ഞപ്പോ അന്നത്തെ ദിവസം സർപ്പകുമാരന് പകരം താൻ ബലിയായിക്കൊള്ളാം ഗരുഡന് എന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗമനോഭാവത്തോട് അത് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ജീമൂത വാഹനന്റെ പത്നിയുടെ സഹോദരനായ മിത്രവസു അവിടേക്ക് എത്തി. മിത്രവസുവും ആ ത്യാഗം ഏറ്റെടുക്കാന്ന് പറയുന്നു. അവസാനം ഗരുഡൻ വന്ന് ജീമൂതവാഹനെ കൊത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ജീമൂതവാഹന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നത് കണ്ട് മിത്രവസു ഉറക്കെ വിളിച്ചു പറയുന്നു, ആള് മാറിപ്പോയി, ഞാനാണ് ഇന്ന് അങ്ങക്ക് ഭക്ഷണമാകേണ്ടിയിരുന്നത്, അങ്ങ് തെറ്റായ ഒരാളെയാണ് കൊണ്ടുപോകുന്നതെന്ന് വിളിച്ചു പറയുന്നു. ഇത് കേട്ട ഗരുഡന് സംശയത്തോടുകൂടി താഴെ ഇറങ്ങി ജീമൂതവാഹനെ തറയിൽ കിടത്തി. അപ്പോഴും രക്തമൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീമൂതവാഹനെ കണ്ടപ്പോൾ ഗരുഡന് സംശയമായി, തനിക്കൊരു അബദ്ധം പറ്റിയോ, ഒരു ബ്രാഹ്മണനെയോ അല്ലെങ്കിൽ ഒരു ക്ഷത്രിയനെയോ താൻ കൊല്ലാനിടയായോ എന്ന സംശയത്തോടെയാണ് ഗരുഡൻ നോക്കുന്നത്. കഥകളൊക്കെ അറിഞ്ഞ ഗരുഡന് ജീമൂതവാഹനന്റെ ഈ ത്യാഗമനോഭാവത്തോട് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ഇനി മേലാൽ സർപ്പങ്ങളെ താൻ ഉപദ്രവിക്കില്ലെന്നും സർപ്പങ്ങളെ ഭക്ഷണമാക്കില്ലെന്നും പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. ഈ കഥയിലെ അവസാനം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, സർപ്പങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ ജീമൂതവാഹനാണോ അതോ ഗരുഡനോട് തന്നെയാണ് ഭക്ഷണമാക്കേണ്ടതെന്ന് അപേക്ഷിച്ച മിത്രാവസു ആണോ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ ഉടമ, നല്ല മനസ്സിന്റെ ഉടമ? ഇതായിരുന്നു വേതാളത്തിന്റെ ചോദ്യം. അതിന് വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു. ജീമൂതവാഹനൻ തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയും മൃഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ സ്വയം അർപ്പിക്കുന്നത് അയാളുടെ രാജകീയ കർത്തവ്യമാണ്. കാരണം അയാൾ ഇപ്പോഴും ആ രാജ്യത്തിന്റെ രാജാവാണ്. അതേസമയം മിത്രവസു അതിനിടപെട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായത് അയാളുടെ ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ത്യാഗം അനുഷ്ഠിക്കാൻ തയ്യാറായത് മിത്രാവസു ആണ് എന്നാണ് വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം. അതേ ഉത്തരം തന്നെ തെരഞ്ഞെടുത്ത് അയച്ചേക്കണ 1-2 പേരും ഉണ്ട് കേട്ടോ. ഏതായാലും എൻ്റെ ഈ കഥയ്ക്ക് മറുപടി അയച്ച എല്ലാവരോടും എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇന്നത്തെ വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞ കഥ ഇതായിരുന്നു. പണ്ട് മിത്രപുരം എന്ന രാജ്യത്ത് വിജയവിക്രമൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു. ആ രാജ്യത്ത് അതിസമ്പന്നനായ ഒരു രത്നവ്യാപാരിയായിരുന്നു മരുതകേശു. മരുതകേശുവിന്റെ മകൾ കാഞ്ചനവല്ലി. കാഞ്ചനവല്ലി അതിസുന്ദരിയും ലാവണ്യവതിയുമായ യുവതിയായി വളർന്നു വന്നു. അവളുടെ സൗന്ദര്യത്തെയും സ്വഭാവ മഹിമയെക്കുറിച്ചൊക്കെയുള്ള കഥകള് നാട്ടിലെങ്ങും പരന്നു. രാജാവിന്റെ ചെവിയിലും നമ്മുടെ വിജയവിക്രമന്റെ ചെവിയിലും ഈ വിവരത്തി. തൻ്റെ രാജകിങ്കരന്മാരെ അടുത്ത് വിളിച്ച് രാജാവ് പറഞ്ഞു, ആ കാഞ്ചനവല്ലിയെക്കുറിച്ചും മരുതകേശുവിനെ കുറിച്ചുമുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞു വരണം. രാജഭടന്മാര് രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് ആ രത്നവ്യാപാരിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി പുറപ്പെട്ടു. അവര് കാഞ്ചനവല്ലിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ സൗന്ദര്യവും അവളുടെ
അഴകും ലാവണ്യവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജകിങ്കരന്മാര് മറ്റൊരു തരത്തിലാണ് ചിന്തിച്ചത്. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ രാജാവ് ഈ സുന്ദരിയായ തരുണിയെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അവളുടെ അടിമയായി മാറിക്കളയും. പിന്നീട് രാജകാര്യങ്ങളിലൊന്നും തന്നെ ശ്രദ്ധയുണ്ടാവില്ല. എപ്പോൾ നോക്കിയാലും തൻ്റെ പട്ടമഹിഷിയോടൊപ്പം സമയം ചെലവഴിക്കാനായിരിക്കും വിജയവിക്രമന് താല്പര്യം. അതോടെ രാജ്യത്ത് നാഥനില്ലാത്ത അവസ്ഥയാവും. അതുകൊണ്ട് ഒരിക്കലും ഇവർ തമ്മിൽ ചേരാൻ ഇടവരരുത്. നമുക്ക് രാജാവിനോട് ഒരു കള്ളം പറയാം. ഇതാണ് രാജകിങ്കരന്മാരുടെ മനസ്സിൽ തോന്നിയ ആശയം. അവരതുപോലെ തന്നെ വിജയവിക്രമ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ പൊന്നുതമ്പുരാനെ, അങ്ങയുടെ നിലയ്ക്കും വിലയ്ക്കും ഒന്നും ചേരുന്ന ഒരു പെണ്ണല്ല ആ കാഞ്ചനവല്ലി. നമുക്ക് ആ ബന്ധം ചേരില്ല. രാജാവ് അല്പസമയം ചിന്തയിലാണ്ടു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ജ്യോതിഷിമാരെയും പണ്ഡിതന്മാരെയൊക്കെ വരുത്തി ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി വിശകലനം ചെയ്തു. അവർക്കും രാജകിങ്കരന്മാരുടെ അതേ അഭിപ്രായമായിരുന്നു. അവരും മുൻകൂട്ടി ആലോചിച്ചിട്ട് തന്നെയാണ് രാജാവിൻ്റെ സമക്ഷം ചെന്നത്. അവരും പറഞ്ഞു, ശരിയല്ല, ഈ ജാതകങ്ങൾ തമ്മിൽ ചേരുന്നു തോന്നുന്നില്ല, അതുകൊണ്ട് ഇവളെ വിവാഹം കഴിക്കാതിരിക്കുകയായിരിക്കും രാജാവിന് നല്ലത്. രാജ്യത്തിന് അഥവാ അങ്ങ് ഈ പെൺകുട്ടിയെ കാഞ്ചനവല്ലിയെ വിവാഹം ചെയ്യുകയാണെങ്കിൽ രാജ്യത്തിന് വലിയ നാശം സംഭവിക്കും. ഇത് അരാജകമാവും രാജ്യം. അതുകൊണ്ട് അങ്ങ് ദയവായി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം. ജ്യോതിഷിമാരുടെയും പണ്ഡിതന്മാരുടെയൊക്കെ ഈ അഭിപ്രായം കേട്ട വിജയവിക്രമൻ അങ്ങനെ തന്നെ തീരുമാനിച്ചു. രാജ്യമാണ് എല്ലാത്തിലും വലുത്, അതിനപ്പുറത്ത് തനിക്കൊന്നുമില്ല. അതുകൊണ്ട് തൻ്റെ പ്രേമാഭിലാഷം രാജാവ് മനസ്സിലൊതുക്കി. കാലം കുറച്ച് കടന്നുപോയി. മരുതകേശു തൻ്റെ മകളായ കാഞ്ചനവല്ലിയെ രാജ സൈന്യത്തിലെ ഇന്ദ്രസിംഹൻ എന്ന ഒരു സൈന്യാധിപന് വിവാഹം ചെയ്തു കൊടുത്തു. ഒരു ദിവസം രാജാവും പടയാളികളെല്ലാം കൂടി നായാട്ടിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മരുതകേശുവിൻ്റെ ബംഗ്ലാവിൻ്റെ മുമ്പിലൂടെ യാത്ര ചെയ്യും. ആ സമയത്ത് ആ വലിയ വീടിൻ്റെ മട്ടുപ്പാവിൽ നിൽക്കുന്ന അതിസുന്ദരിയായ കാഞ്ചനവല്ലിയെ രാജാവ് വീണ്ടും കണ്ടു. രാജാവിൻ്റെ മനസ്സിൽ വീണ്ടും പഴയ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൊട്ടിമുളച്ചു. രാജാവ് തൻ്റെ അംഗരക്ഷകനോട് അടുത്ത് വിളിച്ചു ചോദിച്ചു, ആ മട്ടുപ്പാവിൽ നിൽക്കുന്ന സുന്ദരി ആരാണ്? ഭടൻ ഉടനെ പറഞ്ഞു, അയ്യോ മഹാരാജാവേ, അത് നമ്മുടെ മരുതകേശുവിൻ്റെ മകള് കാഞ്ചനവല്ലിയാണ്. അവളെ ഈ അടുത്ത കാലത്ത് നമ്മുടെ സൈന്യത്തിലെ സൈന്യാധിപൻ ഇന്ദ്രസിംഹന് വിവാഹം ചെയ്തു കൊടുക്കുകയുണ്ടായി. ഇതറിഞ്ഞ രാജാവിന് വല്ലാത്ത സങ്കടവും നിരാശയും വിഷമവും ആകുലതയൊക്കെ വരാൻ തുടങ്ങി. ഭരണകാര്യങ്ങളിലൊന്നും രാജാവിന് ശ്രദ്ധയില്ല. അദ്ദേഹത്തിന് ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും താല്പര്യമില്ല. എപ്പോഴും ഒരേ ചിന്ത തന്നെ. അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ രാജാവിൻ്റെ ഈ മനസ്സിന്റെ വിഷമം കാരണം പതുക്കെ പതുക്കെ രാജാവിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ ഇന്ദ്രസിംഹൻ, രാജകൊട്ടാരത്തിന് മുഴുവൻ ഈ ന്യൂസ് വരുന്നു, രാജാവിന് ഇപ്പൊ ഒന്നിനും ശ്രദ്ധയില്ല, ഇങ്ങനെ വയ്യാണ്ട് വിഷമിച്ചിരിക്കുകയാണെന്നുള്ള വിഷമങ്ങൾ അങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ രാജകൊട്ടാരത്തിന് മുഴുവൻ പരന്നു. താമസിയാതെ അത് ഇന്ദ്രസിംഹന്റെ ചെവിയിലും എത്തി. ഇന്ദ്രസിംഹൻ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, തൻ്റെ പത്നിയായിരിക്കുന്ന കാഞ്ചനവല്ലിയില് രാജാവിന് അതിയായ മോഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷമം രാജാവിനുണ്ടായത്. രാജഭക്തനായ ഇന്ദ്രസിംഹൻ ഉടനെ തന്നെ വിജയവിക്രമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഹാജരായിട്ട് പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങയുടെ മനസ്സിന്റെ വിഷമത്തിന്റെ കാര്യകാരണങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങയ്ക്ക് എൻ്റെ ഭാര്യയായിരുന്ന കാഞ്ചനവല്ലിയിൽ വല്ലാത്ത മോഹം ഉണ്ടായിരുന്നു, അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വിധി വൈപര്യത്താൽ അവളിപ്പോൾ എൻ്റെ പത്നിയായി മാറിയെന്നേ ഉള്ളൂ. എനിക്ക് യാതൊരു വിരോധമില്ല. ഞാൻ പൂർണ്ണ മനസ്സോടെ അവളെ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ തയ്യാറാണ്. അങ്ങേക്ക് അവളെ പത്നിയായി സ്വീകരിക്കാം. പക്ഷേ ഈ ഇന്ദ്രസിംഹന്റെ ഈ സംസാരം കേട്ടപ്പോൾ രാജാവിന് ദേഷ്യമാണ് വന്നത്. സൈന്യാധിപ, നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കാമെന്നോ?
അത് രാജാവായിരുന്നാൽ പോലും ഇതെന്ത് അധർമ്മമാണ്? ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറുമല്ല. പക്ഷേ ഇന്ദ്രസിംഹൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇന്ദ്രസിംഹൻ പറഞ്ഞു, അല്ലയോ രാജൻ, ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സാലെ വളരെയധികം സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടും കൂടി കാഞ്ചനവല്ലിയെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങ് ദയവായി അവളെ സ്വീകരിച്ചാലും. പക്ഷെ വിജയവിക്രമൻ സമ്മതിച്ചില്ല. ഒരിക്കലും അത് പാടില്ല. സ്വന്തം പത്നിയെ മറ്റൊരാൾക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ഒരു രാജനീതിയല്ല, ഒരു ധർമ്മമല്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് രാജധർമ്മമാണ് അനുഷ്ഠിക്കുന്നത്? എന്നെ ആൾക്കാർ പുച്ഛിക്കില്ലേ? ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഇന്ദ്രസിംഹൻ പിന്നെയും നിർബന്ധിക്കാൻ തുടങ്ങി. ഞാൻ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഞാൻ അവളെ വിവാഹമോചനം ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് സ്വീകരിക്കാലോ. രാജാവ് പിന്നെയും സമ്മതിച്ചില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കും. വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടാവില്ല. അവളൊരു സാധാരണ സ്ത്രീയായിട്ട് തെരുവിൽ അലയേണ്ടി വരും. അപ്പോഴായാലും അങ്ങേക്ക് സ്വീകരിക്കാലോ. അത് കേട്ടപ്പോൾ രാജാവിന്റെ കോപം ഒന്നും കൂടി ഇരട്ടിച്ചു. അഗ്നിസാക്ഷിയായി സ്വന്തം മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വിവാഹം ചെയ്ത സ്ത്രീയെ ഉപേക്ഷിക്കുകയോ, തെരുവിൽ ഉപേക്ഷിക്കുകയോ, അതിനുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? ഈ രാജ്യത്ത്, ഞാൻ ഭരിക്കുന്ന രാജ്യത്ത് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. താൻ സൈന്യാധിപനാണെന്നും ഞാൻ നോക്കില്ല, തല വെട്ടിക്കളയും. ഇങ്ങനെ പറഞ്ഞ് രാജാവ് ഇന്ദ്രസിംഹനെ അവിടുന്ന് പറഞ്ഞയച്ചു. വിവരങ്ങളൊക്കെ കാര്യമായിട്ട് മനസ്സിലാക്കി ഇന്ദ്രസിംഹൻ പക്ഷെ വിടാൻ തയ്യാറായിരുന്നില്ല. ഒരു ദിവസം സർവാഭരണ വിഭൂഷിതയായി ചമയങ്ങളൊക്കെ അണിയിച്ച് കാഞ്ചനവല്ലിയെ രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. കാഞ്ചനവല്ലിയെ കണ്ടപ്പോൾ രാജാവിന് വീണ്ടും മനസ്സിൽ ഒരു മോഹം ഉദിച്ചെങ്കിലും രാജാവ് അവളെ നിഷേധിച്ചു. ഒരിക്കലും മറ്റൊരാളുടെ പത്നിയായിരിക്കുന്ന ഒരു സ്ത്രീയെ രാജാവ് ആഗ്രഹിക്കാനേ പാടില്ല. പരധനവും അപരന്റെ ഭാര്യയും എനിക്ക് മാതാവിന് തുല്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനിത് അംഗീകരിക്കില്ല, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കാഞ്ചനവല്ലി നിരാശയായി തിരിച്ചു പോന്നു. പക്ഷേ രാജാവിൻ്റെ മനസ്സിലുള്ള ആ സങ്കടവും വിഷമവും തൻ്റെ ആഗ്രഹം നടക്കാത്തതുകൊണ്ടുള്ള ആ ഒരു മനസ്സിന് തട്ടിയ ഒരു ക്ഷീണമൊക്കെ പിന്നെയും വർദ്ധിക്കാൻ തുടങ്ങി. കാഞ്ചനവല്ലിയെ പിന്നെയും കണ്ടല്ലോ. രാജാവിൻ്റെ ആരോഗ്യം പിന്നെയും ക്ഷയിച്ചു വന്നു. അവസാനം ഒരു ദിവസം അദ്ദേഹം മരണപ്പെട്ടു. രാജാവിൻ്റെ അകാല മരണത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ ഇന്ദ്രസിംഹൻ വല്ലാതെ വിഷമിച്ചു. അദ്ദേഹം രാജസന്നിധിയിലേക്ക് ഓടിയെത്തി. പക്ഷേ രാജാവിൻ്റെ ആ മൃതശരീരം ചിതയിലേക്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. രാജാവിൻ്റെ അകാല മരണത്തിന് താൻ കൂടി കാരണമാണ് എന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു കുറ്റബോധം കാരണം ഇന്ദ്രസിംഹൻ മറ്റൊരു സ്ഥലത്ത് ചിതയൊരുക്കി ആ ചിതയിൽ സ്വയം ആളിക്കത്തുന്ന ആ ചിതയിലേക്ക് സ്വയം എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. താനും ഇനി ഈ ലോകത്ത് ജീവിക്കില്ല, ഞാൻ കാരണം വിഷമിച്ച് മരിച്ച രാജാവിനോടൊപ്പം ഞാനും ലോകം വെടിയാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രസിംഹൻ ആ ചിതയിൽ ചാടി മരിച്ചത്. തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടിയുള്ള ഈ ആത്മഹത്യയെക്കുറിച്ച് അറിഞ്ഞ കാഞ്ചനവല്ലി ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് അവളും ഓടി വന്ന് ആ ഭർത്താവിൻ്റെ ചിതയിലേക്ക് എടുത്ത് ചാടി സ്വയം സതി അനുഷ്ഠിച്ചു. അങ്ങനെ 3 പേരും ഈ ലോകത്തുനിന്ന് വിടവാങ്ങി. ഈ കഥ ഇവിടെ പറഞ്ഞു നിർത്തിയിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, അല്ലയോ രാജൻ, 3 പേരുടെ പ്രവൃത്തിയിലും ഏറ്റവും ധർമ്മിഷ്ഠമായ പ്രവൃത്തി, ഏറ്റവും അനുകൂലമായ പ്രവൃത്തി, അനുകൂലമായ സ്വഭാവം ആരുടേതാണ്? അങ്ങേക്ക് എന്താണ് അഭിപ്രായം? കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ 3 പേരുടെ പ്രവൃത്തിയിലും ആരാണ് ഏറ്റവും ഉന്നതമായ ധർമ്മ ചര്യകൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രവർത്തിച്ചത്? മറുപടി പറയാമോ? ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. നിങ്ങളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കഥ പറച്ചിൽ നിർത്തട്ടെ. നമസ്കാരം.